കേരളത്തിന്റെ ക്രൈം ഹിസ്റ്ററിയിൽ എത്രയോ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, എത്രയോ പ്രതികൾ ജയിലിൽ കിടന്നിട്ടുണ്ട്, എത്രയോ പേർ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുമുണ്ട്. പക്ഷേ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി കേരളക്കര ഒന്നടങ്കം തിരയുന്ന, കേൾക്കുമ്പോൾ ഇന്നും നെറ്റി ചുളിക്കുന്ന ഒരേ ഒരു പേരേയുള്ളൂ: സുകുമാരക്കുറുപ്പ്. ഒരു മനുഷ്യൻ സ്വന്തം മരണം വ്യാജമായി നിർമ്മിക്കാൻ മറ്റൊരാളെ കൊന്നു കത്തിക്കുക, എന്നിട്ട് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് അപ്രത്യക്ഷനാവുക. സിനിമകളെ വെല്ലുന്ന ഈ ക്രിമിനൽ ബുദ്ധിക്ക് പിന്നിൽ ഇന്നും നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഇതാ ഈ കേസിൽ വളരെ നിർണായകമായ ഒരു വഴിത്തിരിവ് വന്നിരിക്കുന്നു. നമ്മൾ വിചാരിച്ചതുപോലെ ഈ കേസ് ഒരു കോൾ ഫയലാക്കി പോലീസ് മാറ്റിവെച്ചിട്ടൊന്നുമില്ല. സുകുമാരക്കുറുപ്പിന്റെ തിരോധാനത്തെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് വീണ്ടും അന്വേഷണം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ്. അതിലേക്ക് നയിച്ച പ്രധാന സംഭവം അതൊന്നറിയണമെന്നില്ലേ? വർഷങ്ങൾക്ക് മുൻപ് കൊൽക്കത്തയിൽ വെച്ച് താൻ സുകുമാരക്കുറുപ്പിനെ നേരിട്ട് കണ്ടിരുന്നു എന്ന് വെളിപ്പെടുത്തിയ നഴ്സ് രത്നമ്മയുടെ മൊഴി ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹരിദാസ് എന്ന പേരിൽ കൊൽക്കത്തയിലെ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ ആ വൃദ്ധൻ മറ്റാരുമായിരുന്നില്ല, സുകുമാരക്കുറുപ്പ് തന്നെയായിരുന്നു എന്ന് രത്നമ്മ ഉറപ്പിച്ചു പറയുന്നു. ആരാണ് ശരിക്കും സുകുമാരക്കുറുപ്പ്? 1984 ജനുവരിയിലെ ആ കറുത്ത രാത്രിയിൽ മാവേലിക്കര കുന്നുംപാടശേഖരത്തിന് സമീപം കത്തിയമർന്ന ആ അംബാസഡർ കാറിനുള്ളിൽ ശരിക്കും എന്താണ് സംഭവിച്ചത്? ഒരു സാധാരണ പ്രവാസിയായ സുകുമാരക്കുറുപ്പ് എങ്ങനെയാണ് കേരളം കണ്ട ഏറ്റവും വലിയ പിടികിട്ടാപ്പുള്ളിയായി മാറിയത്? നമുക്ക് 1980കളുടെ തുടക്കത്തിലേക്ക് പോകാം. കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് വലിയൊരു ജനമൊഴുക്ക് നടക്കുന്ന കാലം. ആലപ്പുഴ ബീച്ചിലെ ചെങ്ങന്നൂർ സ്വദേശിയായ സുകുമാരക്കുറുപ്പും അക്കാലത്ത് ഗൾഫിലെത്തിയതായിരുന്നു. അബുദാബിയിലെ ഒരു പ്രമുഖ കമ്പനിയിൽ എക്സിക്യൂട്ടീവ് തസ്തികയിൽ ജോലി നോക്കുകയായിരുന്നു അയാൾ. അത്യാവശ്യം നല്ല ശമ്പളം, സമൂഹത്തിൽ മാന്യമായ പദവി, നാട്ടിൽ നല്ലൊരു കുടുംബം. ഒരു സാധാരണക്കാരന് സന്തോഷത്തോടെ ജീവിക്കാൻ ഇതൊക്കെ ധാരാളമായിരുന്നു. പക്ഷേ കുറുപ്പിന്റെ മനസ്സിൽ മറ്റൊന്നായിരുന്നു. അയാൾക്ക് പെട്ടെന്ന് പണക്കാരനാകണമെന്നായിരുന്നു ആഗ്രഹം. ആഡംബര ജീവിതത്തോടുള്ള അത്യാഗ്രഹം അയാളുടെ മനസ്സിൽ ഒരു വൻ ക്രൈം പ്ലാനിന്റെ വിത്തുപാകി. അക്കാലത്താണ് താൻ ജോലി ചെയ്യുന്ന കമ്പനി വഴി ജീവനക്കാർക്കായി ഒരു വലിയ തുകയുടെ ഇൻഷുറൻസ് പോളിസി ഉണ്ട് എന്ന കാര്യം കുറുപ്പ് ശ്രദ്ധിക്കുന്നത്. ഒരു ബുദ്ധിഭ്രമം പോലെ അയാൾ ആ വഴിക്ക് ചിന്തിക്കാൻ തുടങ്ങി. താൻ പെട്ടെന്നൊരു ദിവസം മരിച്ചതായി രേഖകൾ ഉണ്ടാക്കിയാൽ ആ ഇൻഷുറൻസ് തുക മുഴുവൻ സ്വന്തമാക്കാം. അന്ന് ഏകദേശം 30 ലക്ഷത്തോളം രൂപയായിരുന്നു ഇൻഷുറൻസ് തുക. ഇന്നത്തെ കാലത്ത് ഇപ്പോഴും അതൊരു വലിയ തുകയാണ് എങ്കിലും അന്നത്തെ കാലത്ത് കോടിക്കണക്കിന് രൂപയ്ക്ക് തുല്യമായ തുകയായിരുന്നു ഈ 30 ലക്ഷം രൂപ എന്ന് പറയുന്നത്. ഇതിലും വലിയൊരു ട്വിസ്റ്റും സുകുമാരക്കുറുപ്പ് ഇതിനു മുൻപ് നടത്തിയിട്ടുണ്ട്. പണ്ട് വ്യോമസേനയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് താൻ മരിച്ചുവെന്ന വ്യാജരേഖയുണ്ടാക്കി നാട്ടിലേക്ക് കടന്ന പാരമ്പര്യവും സുകുമാരക്കുറുപ്പിനുണ്ട്. പക്ഷെ അന്ന് ഇയാൾ സുകുമാരക്കുറുപ്പായിരുന്നില്ല, ഗോപാലകൃഷ്ണനായിരുന്നു. അന്ന് ഗോപാലകൃഷ്ണനായിരുന്ന ഇയാൾ വ്യാജ പാസ്പോർട്ട് വഴിയാണ് സുകുമാരക്കുറുപ്പായി മാറി ഗൾഫിലേക്ക് കടന്നത്. അങ്ങനെ ആൾമാറാട്ടവും സ്വന്തം മരണവും നടത്തി പരിചയസമ്പന്നനായ കുറുപ്പ് വീണ്ടും അതേ വഴിയിലൂടെ ഒരിക്കൽ കൂടി സഞ്ചരിക്കാൻ തീരുമാനിക്കുന്നു. അബുദാബിയിലെ മുറിയിലിരുന്ന കുറുപ്പ് ആ പ്ലാൻ തയ്യാറാക്കി. താൻ കാർ അപകടത്തിൽ മരിച്ചുവെന്ന് വരുത്തി തീർക്കണം, പക്ഷേ അതിനൊരു മൃതദേഹം വേണം. ജീവനോടെയുള്ള ഒരാളെ കൊന്ന് തന്റെ മൃതദേഹമാണ് എന്ന് ലോകത്തെ ധരിപ്പിക്കുക. ഈ ക്രൂരമായ ബുദ്ധി അയാളിൽ ഉദിച്ചതോടെ അയാൾ നാട്ടിലേക്ക് തിരിച്ചു. ഈ ഗൂഢാലോചനയിൽ അയാൾ ഒറ്റയ്ക്കായിരുന്നില്ല. അയാളുടെ അളിയൻ ഭാസ്കരപിള്ള, വിശ്വസ്തനായ ഡ്രൈവർ പൊന്നപ്പൻ, പിന്നെ ഗൾഫിലെ സുഹൃത്തായ ചവറ ഷാഹു ഒക്കെ ഈ കളിയിലെ മുഖ്യ പങ്കാളികളായി മാറി. അങ്ങനെ 1984 ജനുവരി മാസം കുറുപ്പും സംഘവും നാട്ടിലൊത്തുകൂടി. അവരുടെ ലക്ഷ്യം ഒന്ന് മാത്രം: സുകുമാരക്കുറുപ്പിന്റെ അതേ ഉയരവും ശാരീരിക സാദൃശ്യവുമുള്ള ഒരു മൃതദേഹം കണ്ടെത്തുക. ആദ്യം അവർ ഏതെങ്കിലും ഒരു സിമിത്തേരിയിൽ നിന്ന് കുഴിച്ചെടുക്കാം, മൃതദേഹം തുറന്നെടുക്കാം എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നീട് മോർച്ചറികളിൽ അന്വേഷിച്ചു, അതും പരാജയപ്പെട്ടു. ഒടുവിൽ അവർ ആ ഭീകരമായ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു: ആരെയെങ്കിലും ജീവനോടെ കൊന്ന് കാറിലിട്ട് കത്തിക്കുക. 1984 ജനുവരി 21 രാത്രി ഇരുണ്ട ആ രാത്രിയിലാണ് അവർ തങ്ങളുടെ ഇരയെ തേടി ഒരു അംബാസഡർ കാറിൽ ഇറങ്ങുന്നത്.
ആലപ്പുഴയിലെ കരുവാറ്റ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം കാർ നിർത്തി. റോഡരികിൽ ഒരാൾ നിൽക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതായിരുന്നു ചാക്കോ. ഫിലിം റെപ്രസെന്റേറ്റീവായി ജോലി നോക്കുന്ന ഗർഭിണിയായ ഭാര്യയുള്ള തികച്ചും പാവപ്പെട്ട ഒരു കുടുംബനാഥൻ. രാത്രി വൈകിയതുകൊണ്ട് നാട്ടിലേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുകയായിരുന്നു അദ്ദേഹം. കുറുപ്പിന്റെ സംഘം തയ്യാറെടുത്തു. കാർ നിർത്തി ചാക്കോയോട് ചോദിക്കുന്നു, എങ്ങോട്ടേക്കാണ്? ഒരു ലിഫ്റ്റ് തരാം, കയറിക്കോളൂ. അപരിചിതരുടെ വണ്ടിയിൽ കയറാൻ ചാക്കോ ആദ്യമൊന്നും മടിച്ചു. രാത്രി ഏറെ വൈകി, മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയാണ്. കുറുപ്പിന്റെ സംഘത്തിന്റെ മാന്യമായ പെരുമാറ്റവും കൂടി കണ്ടതോടെ അദ്ദേഹം കാറിന്റെ പിൻസീറ്റിലേക്ക് കയറി. അതൊരു മരണയാത്രയാണെന്ന് ആ പാവം അറിഞ്ഞില്ല. യാത്രക്കിടയിൽ അവർ ചാക്കോയ്ക്ക് മദ്യം വെച്ചു നീട്ടി. അതിൽ ഈതയിൻ കലർത്തിയിരുന്നു, മാരകമായ വിഷം കലർത്തിയ മദ്യം. മദ്യം കഴിച്ച് മിനിറ്റുകൾക്കകം ചാക്കോ കാറിനുള്ളിൽ കുഴഞ്ഞു വീണു. ശ്വാസം മുട്ടിയും വിഷമുള്ളിൽ ചെന്നുമാണ് ചാക്കോ മരിച്ചത് എന്ന് പിന്നീട് തെളിഞ്ഞു. ചാക്കോയുടെ മരണം ഉറപ്പാക്കിയ ശേഷം, അതായത് ചാക്കോയ്ക്ക് വിഷം നൽകി കുഴഞ്ഞു വീണതിന് ശേഷം അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ചു കൊന്നു എന്നാണ് പറയപ്പെടുന്നത്. ചാക്കോയുടെ മരണം അങ്ങനെ ഉറപ്പാക്കിയതിനു ശേഷം അവർ ആ മൃതദേഹവുമായി മാവേലിക്കരയ്ക്കടുത്തുള്ള ചെറിയനാട് എന്ന സ്ഥലത്തെ കുറുപ്പിന്റെ ഭാര്യ വീട്ടിലേക്ക് പോയി. അവിടെ വെച്ച് ചാക്കോയുടെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുന്നു. കുറുപ്പിന്റെ സ്വന്തം വസ്ത്രങ്ങളും മോതിരവും വാച്ചും ആ മൃതദേഹത്തിൽ ധരിപ്പിക്കുന്നു. തുടർന്ന് പുലർച്ചെ ഏകദേശം 3 മണിയോടെ മാവേലിക്കരയിലെ കുന്നുംപാടശേഖരത്തിന് സമീപമുള്ള വിജനമായ റോട്ടിലേക്ക് അവർ കാർ ഓടിച്ചു കൊണ്ടുവരുന്നു. ചാക്കോയുടെ മൃതദേഹം ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തി. പിന്നീട് കാറിലേക്ക് പെട്രോൾ ഒഴിച്ച് അവർ തീ കൊളുത്തുന്നു. നിമിഷങ്ങൾക്കകം ആ അംബാസിഡർ കാർ വലിയൊരു അഗ്നിഗോളമായി മാറി. സുകുമാരക്കുറുപ്പ് കാർ അപകടത്തിൽപ്പെട്ട് കരിഞ്ഞു മരിച്ചു എന്ന് ലോകം വിശ്വസിക്കുമെന്ന് കരുതി അവർ അവിടെ നിന്നും രക്ഷപ്പെടുന്നു. പിറ്റേന്ന് രാവിലെ നാട്ടുകാർ കാണുന്നത് കത്തിയമർന്ന ഒരു കാറും അതിനുള്ളിൽ പൂർണ്ണമായും കരിഞ്ഞുപോയ ഒരു മൃതദേഹവുമാണ്. നാട്ടിൽ ഒരു വാർത്ത പരന്നു. ഗൾഫുകാരൻ സുകുമാരക്കുറുപ്പ് കാർ അപകടത്തിൽ മരിച്ചു. ബന്ധുക്കൾ കരച്ചിലും വിളിയുമായി എത്തി. പക്ഷേ ഈ കേസ് അന്വേഷിക്കാൻ എത്തിയ മാവേലിക്കൽ പോലീസ് ഇൻസ്പെക്ടർ ഹരിദാസിന് പിന്നീട് DYSP ആയിട്ടാണ് അദ്ദേഹം വിരമിച്ചത്. അദ്ദേഹത്തിന് എന്തോ ചില സംശയങ്ങൾ തോന്നുന്നു. അദ്ദേഹം ആ ക്രൈം സീനിൽ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. ഒരു കാർ അപകടത്തിൽ പെടുമ്പോൾ ഉണ്ടാകേണ്ട സ്വാഭാവികമായ ലക്ഷണങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ബ്രേക്ക് ചവിട്ടിയ പാടുകളോ നിയന്ത്രണം വിട്ട് എവിടെയെങ്കിലും ഇടിച്ച ലക്ഷണങ്ങളോ ഇല്ല. കാറിന്റെ ഉള്ളിൽ നിന്നാണ് തീ പടർന്നത് എന്ന് വ്യക്തമായിരിക്കുന്നു. പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തുനിന്നു. അവിടെയാണ് കുറുപ്പിന്റെ പ്ലാൻ പൂർണ്ണമായും പാളിയത്. മെഡിക്കൽ റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞു, മരിച്ച ആളുടെ ശ്വാസകോശത്തിൽ കരിയുടെയോ പുകയുടെയോ അംശമില്ല. അതായത് ജീവനോടെയുള്ള ഒരാളാണ് കാറിനുള്ളിൽ കിടന്ന് കത്തിയത് എങ്കിൽ അയാൾ ശ്വസിക്കുമ്പോൾ പുക ഉള്ളിലേക്ക് പോകുമായിരുന്നു. പക്ഷേ കൊലപ്പെടുത്തിയ ശേഷമാണ് മൃതദേഹം കാറിലിട്ട് കത്തിച്ചത് എങ്കിൽ ഇത്തരത്തിൽ ശ്വാസകോശത്തിൽ പുകയുണ്ടാകില്ല. അങ്ങനെ മരിച്ച ശേഷം മൃതദേഹം കാറിലിട്ട് കത്തിച്ചു എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു. കൂടാതെ മരിച്ചയാളുടെ വയറ്റിൽ വിഷത്തിന്റെ സാന്നിധ്യവും കണ്ടെത്തി. അതോടെ പോലീസ് അന്വേഷണം കുറുപ്പിന്റെ വീട്ടുകാരിലേക്ക് തിരിഞ്ഞു. ശക്തമായ ചോദ്യം ചെയ്യലിൽ അളിയൻ ഭാസ്കരപിള്ളയ്ക്കും ഡ്രൈവർ പൊന്നപ്പനും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ സത്യം വിളിച്ചു പറഞ്ഞു, മരിച്ചത് കുറുപ്പല്ല, ഞങ്ങളൊരു പാവത്തിനെ കൊന്നു തള്ളിയിട്ടുണ്ട്. എന്നാൽ കേരളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയത് അതിന് പിന്നിലെ കാരണം കേട്ടപ്പോഴാണ്. ഇൻഷുറൻസ് തുകയ്ക്കായി മറ്റൊരാളെ കൊന്നു എന്നാണ് ആ വാർത്ത. അതായത് സ്വന്തം മരണം ദൃശ്യവൽക്കരിക്കാനായി മറ്റൊരാളെ കൊന്ന് തുക തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നൊരു കേസ്. അന്നാദ്യമായി കേരളം ഒന്ന് വിറങ്ങലിച്ചു. ഇങ്ങനെയും മനുഷ്യരോ? അങ്ങനെ സ്വന്തം ഇൻഷുറൻസ് തുകയ്ക്കായി മറ്റൊരാളെ കൊന്ന സുകുമാരക്കുറുപ്പിനെ തേടി പോലീസ് വല വിരിച്ചു. പക്ഷേ ആ വലക്കണ്ണികൾ അറുത്ത് കുറുപ്പ് അപ്പോഴേക്കും ഏറെ ദൂരത്തേക്ക് പോയിരുന്നു. അവിടെ തുടങ്ങുന്നു ഇന്ത്യൻ ക്രിമിനൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാൻ ഹണ്ട്. സുകുമാരക്കുറുപ്പ് എവിടെ? ഈ ചോദ്യത്തിന് മുന്നിൽ കഴിഞ്ഞ 42 വർഷമായി കേരള പോലീസ് തലകുനിച്ചു നിൽക്കുകയാണ്. കുറുപ്പിനെ കണ്ടെത്തിയതായി പല കാലങ്ങളിലും പല സ്ഥലങ്ങളിൽ നിന്നും വാർത്തകൾ വന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സന്യാസിമാരുടെ കൂടെ, ബീഹാറിൽ, ഭൂട്ടാൻ അതിർത്തികളിൽ, അങ്ങനെ പോലീസ് പോകാത്ത ഇടങ്ങളില്ല. പക്ഷെ എല്ലായിടത്തും പോലീസിന് ലഭിച്ചത് നിരാശ മാത്രമായിരുന്നു. പലപ്പോഴും പോലീസ് എത്തുന്നതിന് തൊട്ട് മുൻപ് കുറുപ്പ് അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. കുറുപ്പിന്റെ ഒളിത്താവളങ്ങളെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകാൻ അക്കാലത്തെ സോഷ്യൽ മീഡിയയോ മൊബൈൽ ഫോണുകളോ ഇല്ലാതിരുന്നതും അയാൾക്ക് തുണയായി. കാലങ്ങൾ കടന്നുപോയി. കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ വിരമിച്ചു. കൂട്ടുപ്രതികൾ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി. അതിനിടയിൽ ഡ്രൈവർ പൊന്നപ്പൻ ആത്മഹത്യ ചെയ്തു. ചാക്കോയുടെ കുടുംബം നീതിക്കായി കാത്തിരുന്നു തളർന്നു. അങ്ങനെ സുകുമാരക്കുറുപ്പ് ഒരു മിത്തായി മാറി. അയാൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്ന് പോലും ആർക്കും ഉറപ്പില്ലായിരുന്നു.
ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഏകദേശം 79 വയസ്സിന് മേൽ പ്രായമുണ്ടാകും. എന്നാൽ ഇപ്പോൾ ഇതാ ക്രൈംബ്രാഞ്ച് ഈ കേസിൽ വീണ്ടും സജീവമായി ഇറങ്ങിയിരിക്കുകയാണ്. അതിനു കാരണം നഴ്സ് രത്നമ്മയുടെ മൊഴിയാണ്. വർഷങ്ങൾക്ക് മുൻപ് കൊൽക്കത്തയിലെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ വെച്ച് താൻ സുകുമാരക്കുറുപ്പിനെ നേരിട്ട് കണ്ടിരുന്നു എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഹൃദ്രോഗബാധിതനായി ഹരിദാസ് എന്ന പേരിൽ അവിടെ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആ വൃദ്ധന്റെ രൂപവും പെരുമാറ്റവും ശ്രദ്ധിച്ച രത്നമ്മയ്ക്ക് അത് തന്നെയാണ് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത്. എന്നാൽ അന്ന് പോലീസിനെ വിവരം അറിയിച്ചെങ്കിലും കൃത്യമായ ഫോളോ അപ്പ് ഒന്നും ഉണ്ടായില്ല എന്ന ആക്ഷേപവും അവർ ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം രത്നമ്മയുടെ വീട്ടിൽ നേരിട്ടെത്തി മണിക്കൂറുകളോളം ഇരുന്ന് അവരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൊൽക്കത്തയിലെ പഴയ ആശുപത്രി രേഖകളും അന്ന് അവിടെ ചികിത്സ തേടിയ ഹരിദാസ് എന്ന വ്യക്തിയുടെ വിശദാംശങ്ങളും ക്രൈംബ്രാഞ്ച് വീണ്ടും പരിശോധിക്കാൻ ഇറങ്ങുകയാണ്. വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും സാങ്കേതിക വിദ്യ ഇത്രയും വികസിച്ച ഈ കാലത്ത് കുറിപ്പിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഡിജിറ്റൽ അടയാളങ്ങളോ മെഡിക്കൽ റെക്കോർഡുകളോ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. സുകുമാരക്കുറുപ്പ് എന്ന ക്രിമിനൽ ഒരുപക്ഷെ ലോകത്തിന്റെ ഏതോ കോണിൽ ഒളിച്ചു താമസിച്ച് പ്രായമായി മരിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പോഴും എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാകാം. പക്ഷെ നിയമത്തിന് മുന്നിൽ അയാൾ ഇപ്പോഴും ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതി മാത്രമാണ്. ഒരു പാവം മനുഷ്യനെ ക്രൂരമായി കൊലപ്പെടുത്തി ഒരു കുടുംബത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ കുറുപ്പിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നത് കേരള പോലീസിന്റെ അഭിമാന പ്രശ്നം കൂടിയാണ്. ക്രൈംബ്രാഞ്ചിന്റെ ഈ പുതിയ നീക്കം 4 പതിറ്റാണ്ട് പഴക്കമുള്ള ഒരു വലിയ നിഗൂഢതയുടെ ചുരുളഴിക്കുമോ? കൊൽക്കത്തയിലെ ആ ഹരിദാസ് അത് സുകുമാരക്കുറുപ്പ് തന്നെയാണോ?